എല്ലാവർക്കും നമ്മുടെ ഒരു പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കടല വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ന്യൂട്ടല്ലയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ സാധാരണ നമ്മളിത് കുഞ്ഞുങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എല്ലാം കടകളിൽ നിന്നൊക്കെയാണ്. അപ്പൊ എന്താണ് നമ്മുടെ വീട്ടിലുള്ള കടല വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്ടല്ല നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ വന്നറിയിക്കാം കേട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതേ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വേഗം തന്നെ ഈ ഒരു കടല വെച്ചിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ന്യൂട്ടല്ല എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടത്. അപ്പൊ ഈ ഒരു ന്യൂട്ടല്ല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു കപ്പില് കറക്റ്റ് ഒരു കപ്പോളം വരുന്ന കടലയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ കടല എന്ന് പറയുമ്പോൾ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സാധാരണ നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന കടലയാണ് കേട്ടോ. അപ്പൊ ഒരു കപ്പോളം വരുന്ന കടല നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഈ ഒരു കടലയിൽ അഴുക്കുകളും അതേപോലെ പൊടികളൊക്കെ ഞാൻ നനഞ്ഞ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കടല എന്ന് പറയുന്നത് നമുക്ക് കഴുകാൻ വേണ്ടിയിട്ട് പറ്റില്ല. കഴുകി കഴിഞ്ഞാൽ നമ്മളതിന്റെ വെള്ളമൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഈ ഒരു കടല നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക കേട്ടോ. തിരുമ്മി കൊടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു കടലയുടെ മുകളിൽ പൊടികളും അഴുക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറിക്കോളും. ഇനി ഇതൊരു പാന് അത്യാവശ്യം നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. സ്റ്റൗവിൽ വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പോളം വരുന്ന കടല നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പാനിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ തീ എന്ന് പറയുന്നത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു കടല പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് വറുത്ത് കിട്ടും, എന്നാൽ ആ ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് വരും. അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സാധാരണ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ഇത് ഈ ഒരു കടല അത്യാവശ്യം നന്നായിട്ട് ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഇതേ ഈ ഒരു കളറായി കിട്ടണം. ചില കടലകൾക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതുപോലെ നമ്മൾ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ നമ്മൾ വായിലിട്ടാൽ അതങ്ങോട്ട് കറക്റ്റായിട്ട് പൊട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ. ആ ഒരു കറക്റ്റ് ഇതേ ഈ ഒരു കറക്റ്റ് പരുവം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് മൂത്ത് പോകാൻ പാടില്ല, കറക്റ്റ് ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടണം. അപ്പൊ ഈ ഒരു പരുവത്തിലായി കിട്ടുന്ന സമയത്ത് നമുക്ക് പതുക്കെ സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പൊ പൊടിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കടലയുടെ ചൂട് എന്ന് പറയുന്നത് ഒരുപാട് അങ്ങോട്ട് മാറി നിൽക്കാൻ പാടില്ല, ഇച്ചിരി ഒന്ന് ചൂടുണ്ടാവണം കേട്ടോ. ചൂടോടുകൂടി പൊടിച്ചെടുക്കുന്ന സമയത്താണ് നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പൊ അത്യാവശ്യം ഒന്ന് ചൂടോടുകൂടി പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ഈ ഒരു ന്യൂട്ടല്ലയുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള അര കപ്പോളം വരുന്ന പഞ്ചസാരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പ് കടലേക്ക് അര കപ്പോളം വരുന്ന പഞ്ചസാര അതും കൂടി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു കടലയും പഞ്ചസാരയും കൂടി നമുക്ക് നന്നായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രത്തോളം നന്നായിട്ട് അങ്ങോട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചിട്ട് എടുക്കുക. അപ്പൊ ഇത് ഈ ഒരു കടലയും പഞ്ചസാരയും കൂടി ഞാൻ നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു തരുതരിപ്പ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ചെറിയ ആ ഒരു കടലയുടെ തരുതരിപ്പ് ഉണ്ടാവും, എന്നാൽ അതൊരു കൂടുതൽ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നമുക്ക് ഫൈൻ പൗഡറായിട്ട് തന്നെ ഈ ഒരു കടല എന്ന് പറയുന്നത് പൊടിഞ്ഞു കിട്ടണം, എങ്കിലും നമ്മുടെ ഈ ഒരു ന്യൂട്ടലേക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റും ആ ഒരു പെർഫെക്റ്റ് ടെക്സ്ചറൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ ആ പൊടിച്ചെടുക്കുന്ന സമയത്ത് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 3/4 ടേബിൾ സ്പൂണോളം വരുന്ന കൊക്കോ പൗഡറാണ് കേട്ടോ. കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് നമ്മുടെ ന്യൂട്ടലേക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ 3/4 ടേബിൾ സ്പൂണോളം വരുന്ന കൊക്കോ പൗഡറും കൂടി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിലോട്ട് നമ്മുടെ ന്യൂട്ടലേക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം വരുന്ന വാനില എസൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് മെയിനായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1/4 കപ്പോളം വരുന്ന വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും, നമ്മൾ സാധാരണ കേക്കിനൊക്കെ എടുക്കുന്ന പോലെ ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഒരിക്കലും എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല, വല്ലാത്ത ഒരു കനച്ച ഒരു ടേസ്റ്റ് വരും കേട്ടോ. അതുകൊണ്ട് ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ ഉപയോഗിക്കാം. അത് ഒരു 1/4 കപ്പോളം വരുന്ന ഓയിൽ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കപ്പ് കടലേക്ക് 1/4 കപ്പോളം വരുന്ന ഓയിൽ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. അപ്പൊ നമ്മുടെ ഓയിലും ആ ഒരു കടലയുടെ പൊടിയൊക്കെ കൂടി നന്നായിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു ന്യൂട്ടല്ലയുടെ ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിന് ഒരു രക്ഷയില്ല. ശരിക്കും നിങ്ങൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കറക്റ്റ് ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് എന്ന് തന്നെ പറയാം. ആ ഒരു വാനില എസൻസിന്റെ ചെറിയൊരു ഫ്ലേവറും ആ ഒരു കടലയുടെ ആ ഒരു ഫ്ലേവറും ആ ഒരു കൊക്കോ പൗഡറിന്റെ ആ ഒരു ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ വരുമ്പോൾ കറക്റ്റ് ന്യൂട്ടല്ലയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിപ്പോ ഇത്തിരി ഒന്ന് ലൂസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു കണ്ടെയ്നറിലോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കുപ്പിയിലോ ബോട്ടിലോട്ടോ മാറ്റിയിട്ട് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ്, ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പൊ ഇതേ നമ്മുടെ ന്യൂട്ടല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്നിത് സൂം ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നമുക്കിത് പതുക്കെ ഒന്ന് തുറന്ന് നോക്കാം.
അപ്പോൾ നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ന്യൂട്ടലയാണ് കേട്ടോ ഇത്. നല്ല ക്രീമി ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ന്യൂട്ടലയാണ് കേട്ടോ ഇത്. കടലയുടെ ചെറിയ ചെറിയ തരികളുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഇതേ ചപ്പാത്തിയുടെ കൂടെയാണ് നമ്മുടെ ന്യൂട്ടല ഫില്ല് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതൊരു കുഞ്ഞു ചപ്പാത്തി നമുക്ക് എടുക്കാം. അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ഈ ന്യൂട്ടല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള ന്യൂട്ടലയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ബ്രെഡിനേക്കാളും കൂട്ടി കഴിക്കുന്നത് ചപ്പാത്തിയുടെ ഉള്ളിലൊക്കെ റോൾ ചെയ്തിട്ട് കഴിക്കുമ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇതുപോലെ ബ്രെഡ് ഉള്ളവർ ബ്രെഡ് വെച്ചിട്ട് ചെയ്യുക, ഇനി ബ്രെഡ് ഇല്ലാത്തവർ ഇതുപോലെ ചപ്പാത്തിയുടെ ഉള്ളിൽ റോൾ ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ന്യൂട്ടല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ന്യൂട്ടലയുടെ ഉള്ളിൽ ചപ്പാത്തിയുടെ ഉള്ളിൽ ന്യൂട്ടലൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള അടിപൊളി സംഭവമാണ്. നമുക്കിതൊന്ന് കഴിച്ചിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതായത് കടലയുടെ ചെറിയൊരു തരിതരിപ്പ് കഴിക്കാനായിട്ടുണ്ട്, എന്നാലും നല്ല അടിപൊളി. പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, 100% പറയുന്നില്ല, എന്നാലും ഒരു 85% ഓക്കെ ആയിട്ടുള്ള ന്യൂട്ടലയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു തവണ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ ഒരു ന്യൂട്ടലയുടെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാതെ പോകരുത് കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.